വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം. പണ്ടുകാലങ്ങളിൽ എണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന വിളക്കുകൾ മാത്രമായിരുന്നു നമുക്ക് പ്രകാശത്തിനായി ഉണ്ടായിരുന്നത്. ടോർച്ചുകൾക്ക് പകരം ചൂട്ടുകറ്റയോ മറ്റോ ഉപയോഗിക്കണമായിരുന്നു. എന്നാൽ ഇന്നോ വൈദ്യുതിയുടെ പ്രകാശഫലം എന്ന ആശയം കണ്ടുപിടിക്കപ്പെട്ടതോടെ നമുക്കെന്തെല്ലാം ഗുണങ്ങൾ കൈവന്നിരിക്കുന്നു. മുൻകാലങ്ങളിൽ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഫിലമെന്റ് ലാമ്പുകളായിരുന്നു. തോമസ് ആൽവ എഡിസൺ ആണ് ഫിലമെന്റ് ലാമ്പ് കണ്ടുപിടിച്ചത്. ടങ്സ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെന്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ടങ്സ്റ്റൺ ചുട്ടുപഴുത്ത് പ്രകാശം പുറപ്പെടുവിക്കുന്നു. താപവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. താപത്താൽ തിളങ്ങുന്നത് എന്ന അർത്ഥത്തിൽ ഇവയെ ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്നും വിളിക്കുന്നു. ടങ്സ്റ്റൺ ലോഹത്തിന് പല സവിശേഷതകളുണ്ട്. ഇതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി അഥവാ പ്രതിരോധമുണ്ട്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളതിനാൽ നേർത്ത കമ്പികളാക്കാനും കഴിയും. ചുട്ടുപഴുത്ത് ദീർഘനേരം ധവളപ്രകാശം പുറപ്പെടുവിക്കാൻ കഴിയും. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ ഉള്ളിലെ ശൂന്യസ്ഥലത്ത് കുറഞ്ഞ മർദ്ദത്തിൽ നൈട്രജൻ വാതകം നിറച്ചിരിക്കും. ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാനാണിത്. മാത്രവുമല്ല, വായുവിന്റെ അഭാവത്തിൽ നൈട്രജൻ പൂർണ്ണമായും അലസമായി വർത്തിക്കുന്നു. താപനിലയിലുണ്ടാകുന്ന നേരിയ വർധനവ് നൈട്രജന്റെ വികാസത്തെ ബാധിക്കുകയുമില്ല. ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ബഹുഭൂരിഭാഗവും താപത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നു. വൈദ്യുതോർജ്ജം ലാഭിക്കുവാനായി ഫിലമെന്റ് ലാമ്പുകളുടെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്.